നല്ല ചിക്കൻ ഫ്രൈ. ഇത് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്ററിന് വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈസ്റ്ററിന് ബീഫ് വേണ്ടവർക്ക് ബീഫ്, ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ, അങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുമായിരുന്നേ. ബീഫ് കഴിക്കുന്നവർ ചിക്കൻ കഴിക്കത്തില്ല, ചിക്കൻ കഴിക്കുന്നവർ ബീഫ് കഴിക്കത്തില്ല. അങ്ങനെ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫായിരുന്നല്ലോ ഉണ്ടാക്കിയത്. ബീഫ് വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കി, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി, അങ്ങനെ ബീഫ് തീർത്തു. അപ്പോൾ ദാണ്ടേ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കനെ ഇനി എടുത്ത് കറി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചിക്കനെ എടുത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് റോസ്റ്റ് ചെയ്തായിരുന്നു. ബാക്കിയുള്ളതിനെ ഒന്നെങ്കിൽ വറുത്തേക്കാന്നോർത്ത് വറക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായി ഇനി നേരെ നമുക്ക് ചിക്കനെ എടുത്ത് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ചിക്കൻ വറക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വറുത്താൽ പോരാ കേട്ടോ, നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കണം. ഇങ്ങനെ കടിച്ചാൽ കിട്ടത്തില്ലാത്ത പരുവുണ്ടല്ലോ, അതുപോലെ ആകണേ. ഈ എല്ല് വരെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന പരുവുണ്ടല്ലോ കടിച്ചെടുക്കുമ്പം, അതുപോലെ ആകണം കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കുവേ. നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം? നന്നായിട്ട് വറുത്തതാണോ അതോ ഒരു ചെറിയൊരു മീഡിയം രീതിയിൽ വറുത്തത് കഴിക്കാനായിട്ടാണോ ഇഷ്ടം ചിക്കനൊക്കെ? അപ്പോൾ ഇവിടെ എന്തായാലും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുവേ. അങ്ങനെ താണ്ടേ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം ചിക്കനാണല്ലോ. ചിക്കൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് കഴിക്കത്തില്ല. ഒരു പീസ് വല്ലതും കഴിച്ചെങ്കിലേ ഉള്ളൂ, ചിലപ്പോൾ അതും കഴിക്കത്തില്ല കേട്ടോ. ഈ ചിക്കൻ കറി വെക്കുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ വറുത്തിട്ട് കറി വെക്കുമ്പോൾ അതിനും പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുമല്ലോ ഇറച്ചിക്കറി ഇങ്ങനെ വെക്കുമ്പോഴേക്കും, ചിക്കൻ കറി വെക്കുമ്പോൾ. അപ്പോൾ അവിടെ എപ്പോഴും വറുത്തിട്ടൊക്കെയാണ് കേട്ടോ കറി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരു ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളിത് ഇങ്ങനെ തിരിച്ചിടുവാണ് കേട്ടോ. അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സൈഡും കൂടെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് അപ്പുറത്തും കൂടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവേ. എന്തോരം ഫ്രൈ ആവുന്നോ അത്രയും ഫ്രൈ ആക്കും കേട്ടോ. എന്ന് പറഞ്ഞ് കരിച്ച് പൊരിച്ച് വെക്കത്തില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി വെക്കുവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ടോ. ഇതിൻ്റെ കൂടെ അപ്പോൾ സവോള ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞതും പിന്നെ നാരങ്ങ നീരും കൂടി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ കടയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടത്തില്ലേ, അതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണേ. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, അതിനുള്ള സമയമൊന്നുമില്ല, അതിനുള്ള ക്ഷമയും ഇല്ല. അതുമാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതാണ്ട് ചിക്കൻ കഴിക്കാനായിട്ട് പോവുക. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചക്കപ്പ വെച്ചിട്ടായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഉണക്കക്കപ്പ ഇഷ്ടമുള്ളവരുണ്ട്, അപ്പം ഉണക്കക്കപ്പ വെച്ചിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ എല്ല് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പം അതും കൂടെ ഇട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പോയി എന്നാലും കഴിക്കട്ടെ. എല്ലാവരും കഴിച്ചോ?